കരളിലമൃതമഴ ചൊരിയുമളവിലിളമിഴികളിളകിയതിൽ മൃദുല പദതരള ചലന നടന മുതിരൂ ദേവി. പൂങ്കാറ്റിൽ ചാഞ്ചാടും തൂമഞ്ഞിൻ വെൺതൂവൽ കൊടി പോലഴകേഴു സ്വരങ്ങളും തഴുകി വരുന്നൊരു ഗാനം, ദേവഗാനം, അഭിലാഷ ഗാനം. മാനസവീണയിൽ കരപരിലാളന ജാലം, ജാലം, ഇന്ദ്രജാലം. അതിലോലലോലം ഏഴു സ്വരങ്ങളും തഴുകി വരുന്നൊരു ഗാനം. ലോകമെമ്പാടുമുള്ള എല്ലാ സംഗീത സ്നേഹികൾക്കും ടോപ്പ് സിംഗറിലേക്ക് സുസ്വാഗതം. നെഞ്ചിടിപ്പ് കൂടി വരിക ഞങ്ങൾക്കും നിങ്ങൾക്കും. എന്തായാലും ഒരു പുതുപുത്തൻ എപ്പിസോഡ് ആരംഭിക്കുകയാണ്. ഏറെ സ്നേഹത്തോടെ നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട പ്രശസ്ത നടി നമ്മുടെ മീനൂട്ടിയെ സാദരം ക്ഷണിക്കുന്നു. മീനൂട്ടി. ഹലോ. ഹലോ. പിന്നെ കൊള്ളാമല്ലോ, നന്നായിരിക്കുന്നു. സുന്ദരിയല്ലേ, നോക്കിക്കേ. പിന്നെ എപ്പോഴും മക്കളെ സുന്ദരിയാ. എപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ എപ്പോഴും എപ്പോഴും എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഫ്ലവേഴ്സ് ടോപ്പ് സിംഗറിലേക്ക് സ്നേഹ സ്വാഗതം. നമ്മുടെ പ്രേക്ഷകർ എല്ലാവരും ടോപ്പ് സിംഗറിലെ ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞു. 13 പേരുമായി ആരംഭിച്ച ക്വാർട്ടർ ഫൈനൽ മത്സരം ഇവിടെ പൂർത്തിയായിരിക്കുകയാണ്. സെമി ഫൈനൽ മത്സരം തുടങ്ങാനുള്ള സമയമാണ്. അതിനു മുമ്പായിട്ട് ആരൊക്കെയാണ് സെമി ഫൈനൽ വേദിയിലേക്ക് മത്സരിക്കാൻ പോകുന്നത് എന്നറിയാനുള്ള സമയമാണ്. നമ്മുടെ പ്രിയപ്പെട്ട ശരത് അങ്കിളിനെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. വെൽക്കം. പ്രേക്ഷകർ ഏറെ സ്നേഹിച്ച സംഗീത വിരുന്ന് ടോപ്പ് സിംഗർ സീസൺ 4 വിവിധ ഘട്ടങ്ങൾ പാടിക്കടന്ന് നമ്മുടെ കുഞ്ഞു മക്കൾ ഇപ്പോൾ ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾ പൂർത്തിയാക്കിയിരിക്കുകയാണ്. ക്വാർട്ടർ ഫൈനൽ ഇവിടെ അവസാനിച്ചപ്പോൾ അവരുടെ മാർക്കിന്റെ നിലവാരം എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ശരത്ജി, അണ്ണാജി ചൊല്ലുക. ഇല്ല അണ്ണാ, ഇന്നിപ്പോ രാവിലെ മീനൂട്ടിയെ കണ്ടപ്പോഴും അതാ പറഞ്ഞത്. നമ്മുടെ ടെൻഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഭീകര ടെൻഷനാണ്. പ്രത്യേകിച്ച് അണ്ണാ ഈ കാലാവസ്ഥ എന്ന് പറഞ്ഞ ഒരു വല്ലാത്ത, ഇപ്പം പ്രതീക്ഷിക്കാൻ വയ്യാത്ത ഒരു കാലാവസ്ഥയാണ്. കാരണം പല രീതിയിലുള്ള പനികൾ. അപ്പോൾ ആ ഹെൽത്ത് എല്ലാ കുട്ടികൾക്കും കൊടുക്കട്ടെ. പിന്നെ പാടുന്നത് അതൊക്കെ ദൈവാധീന. നന്നായിട്ട് പഠിച്ച് നമ്മൾ വന്ന് പാടിക്കഴിഞ്ഞാൽ ആ 5 മിനിറ്റിൽ ചിലപ്പം മാറിപ്പോയി കഴിഞ്ഞാൽ പോയില്ലേ. എന്തായാലും ക്വാർട്ടർ ഫൈനലിൽ പാടിയ കുട്ടികളുടെ മാർക്ക്, ആ വിവരം നമുക്കിപ്പം സ്ക്രീനിൽ വരുന്നതാണ്. സെമി ഫൈനൽസിൽ മത്സരിക്കുന്ന ആ 10 കുട്ടികൾ ആരൊക്കെയായിരിക്കും? അബിൻ കൃഷ്ണ 297, കൃഷ്ണ 296, നക്ഷത്ര 295, നിവേദ്യ 295, മെറിൽ 294, സനിക 294, ശ്രീധസ് 294, ആര്യ 293, ദേവനന്ദ രാജീവ് 293 ആൻഡ് ദ്രൗപദി 293. എല്ലാവർക്കും ഇപ്പം മനസ്സിലായി കാണുമല്ലോ, ചെറിയ വ്യത്യാസങ്ങൾ മാത്രമാണ് അവരുടെ മാർക്കിലുള്ളത്. ക്വാർട്ടർ ഫൈനൽസ് ഇവിടെ അവസാനിക്കുമ്പോൾ 1ാം സ്ഥാനത്ത് നിൽക്കുന്നത് നമ്മളുടെ സ്വന്തം അബിനാണ്. So Abin, please welcome on stage. അപ്പോൾ അബിനെ കൺഗ്രാറ്റുലേഷൻസ്. ഹാപ്പി അല്ലേ? അബിന് മാത്രമല്ല, നമ്മുടെ സെമി ഫൈനലിലോട്ട് ജോയിൻ ചെയ്തിരിക്കുന്ന ബാക്കി എല്ലാ കണ്ടസ്റ്റൻസിനും കൺഗ്രാറ്റ്സ് കേട്ടോ. ഓൾ ദ വെരി ബെസ്റ്റ്. നിങ്ങൾ ആകാംക്ഷാപൂർവ്വം കാത്തിരിക്കുന്ന സെമി ഫൈനൽസ് ഇവിടെ 10 കുട്ടികളുമായി ആരംഭിക്കുകയാണ്. ദ ഫസ്റ്റ് എപ്പിസോഡ്.
അപ്പൊ ഈ സമയത്ത് നമ്മളോട് എല്ലാവരോടും കൂട്ടുകൂടാൻ വേണ്ടിയിട്ട്, പ്രത്യേകിച്ച് എനിക്ക് കുറച്ച് കൂടുതൽ കൂട്ടുകൂടാൻ വേണ്ടിയിട്ട് ഒരാളും കൂടി വരാൻ പോവാണ്. നമ്മുടെ അശ്വതിയാണ്, അശ്വതി സുധി. സോ അശ്വതിനെ നമുക്ക് സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യാം. വെൽക്കം അശ്വതി ഓൺ സ്റ്റേജ്. ഹലോ ഹലോ. സെയിം ബെഞ്ച് ആയിട്ടുണ്ടല്ലേ? അതെ 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 അതെ. ഇല്ല, സർപ്രൈസ് ഒന്നല്ല, ഞങ്ങൾ പറഞ്ഞിട്ടതാ. എന്നോട് വിശേഷം? നല്ല വിശേഷം. എന്തുകൊണ്ട് വിശേഷം? എനിക്കും സുഖം. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഞങ്ങളും. മകളെ മീനൂട്ടി, എന്തോ ഞാൻ വിചാരിച്ച് നീ മിററിന്റെ മുമ്പിൽ നിൽക്കുകയാണ്. പക്ഷെ അങ്ങനെ വിചാരിക്കില്ല, ഇതാണ് നമ്മുടെ അശ്വതി. അശ്വതി, അതെ. സുഖാണോ? ഓ സുഖായിരിക്കും. ഭരണി കാർത്തികൊക്കെ സുഖാണോ? ഇതൊക്കെയാലും കൊള്ളാം. നിങ്ങളെ രണ്ടുപേരും കൂടെ നിൽക്കുന്നത് കാണാൻ ഒരു ചന്തമുണ്ട്. താങ്ക് താങ്ക് യു. യു. അശ്വതി അങ്ങനെ നമ്മുടെ സെമി ഫൈനൽസിന്റെ ആദ്യത്തെ എപ്പിസോഡിൽ വന്നിരിക്കുകയാണ്. എവിടെ വീട്? എന്റെ തൃശ്ശൂർ കുന്നംകുളം. നമുക്കെല്ലാം ഇഷ്ടപ്പെട്ട ഒരു പാട്ടുണ്ട്. അശ്വതി നക്ഷത്രമേ എന്നഭിരാമ സങ്കൽപ്പമേ. എങ്ങനെയുണ്ട്? സന്തോഷായില്ലേ? നല്ല ഇൻട്രോ. ഇത്രേ എനിക്ക് തരാൻ പറ്റൂ ധാരാളം. ഒരു ഇൻട്രോ ആയിട്ട്. അപ്പൊ എന്തായാലും നമുക്ക് ഒരുമിച്ച് ഒരു കുടുംബം പോലെ അതെ. നമുക്ക് ഫിനാലെ വരെ നമുക്ക് അടിച്ച് പൊളിച്ച് പോവാം. പിന്നെ നമുക്ക് എല്ലാം അറിയാവുന്ന ദൈവം എന്ന് പറയുന്ന പോലെ മീനൂട്ടി ഇവിടെ ഉണ്ട്. എന്തറിയണേലും അങ്ങോട്ട് ചോദിച്ചാൽ മതി, പറഞ്ഞു തരും. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ? ഓക്കെ. മലയാള മനസ്സിൽ പാട്ടിന്റെ വിരുന്നൊരുക്കിയ പ്രിയ ഗായിക, നമുക്ക് എല്ലാവർക്കും ഒരുപാട് ഫേവറേറ്റ് ആയിട്ടുള്ള നമ്മുടെ റിമി ചേച്ചി എത്തുകയാണ്. വെൽക്കം റിമി ചേച്ചി. വെൽക്കം ചേച്ചി. ഹലോ. റിമി, ഓ സാർ, എന്താണ് യോ ഞാനല്ലേ ചോദിക്കണ്ടേ, ഇതെന്താണ്? ഇത്? എന്താണിത്? അയ്യോ, ഞാൻ സത്യം പറയാം, ഇതാരാ ഇത്? ഞാൻ പഴയ ആള് തന്നെ. ആണോ? മോളെ മീനാക്ഷി ജനിച്ച് പെറ്റിട്ട് തന്നെ ഇങ്ങോട്ടാണെന്ന് തോന്നുന്നു. അത്രയും നമ്മള് കാണുന്നത്. ഇവിടെ ഇങ്ങനെ വളർന്ന് ഞങ്ങൾ ഇനി കെട്ടിച്ചു വിട്ട് അല്ല, വളർന്ന് പന്തലിക്കുന്നില്ല. കാരണം കുഞ്ഞിലെ തൊട്ട് ഇങ്ങനെ 2018 തൊട്ട് തുടങ്ങിയേക്കുന്നത്. ഞാന് ശരിക്കും ഇത്രയും വലിയൊരു സെറ്റാണ് ടി വി കാണുമ്പോൾ നമുക്കറിയാം, പക്ഷെ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ ഞാൻ കണ്ടിട്ടില്ല ഇത്രയും വലിയൊരു റിയാലിറ്റി ഷോയുടെ സെറ്റ്. ഇത്രയും വർഷമായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഇത് അവിടം തൊട്ട് ഇവിടം വരെ, അതിനാണ് വിസ്താര എന്ന് പറയുന്നത് അല്ലേ. എത്രയോ റിയാലിറ്റി ഷോകൾ വന്നു പോയാലും ഈ പരിപാടിയുടെ ആൾക്കാർക്കുള്ള സ്നേഹം എന്താണെന്ന് എനിക്കറിയാം. അതിന് തീർച്ചയായിട്ടും അതിന്റെ ഫുൾ ക്രെഡിറ്റ് അതിന്റെ ജഡ്ജസിന് തന്നെ പോകുന്നു. കാരണം MG സാറിനെയൊക്കെ നമ്മള്, ശരത്തേടനെയൊക്കെ നമ്മൾ വളരെ ഫേമസ് ആയിട്ടുള്ള സ്റ്റാർട്ടിങ് റിയാലിറ്റി ഷോ തൊട്ട് കാണുന്നു. രമി, നമ്മൾ 2014 നമ്മൾ രണ്ടുപേരും വരുന്നില്ലേ? അതെ, നമ്മൾ രണ്ടുപേരും കൂടി ഇരുന്നു. പിന്നെ ഇവിടുന്ന് പോയ പിള്ളേരൊക്കെ തന്നെ, പിന്നെ ലേറ്റസ്റ്റ് പറയാനാണെങ്കിൽ ആവിർഭവം എന്ന് പറഞ്ഞ ആ കൊച്ചൊക്കെ ഹിന്ദിയിൽ വലിയ റിയാലിറ്റി ഷോയില്. പിന്നെ ഇവിടുന്ന് പോയ വേറെ കൊച്ചിനെ ഞാൻ ദത്തെടുത്തു, അതറിഞ്ഞായിരുന്നോ? അവൻ എന്റെ കൂടെ തന്നെയാ. എന്റെ പിറക്കാതെ പോയ കുഞ്ഞാണ്, ആൺകുഞ്ഞാണ്, കൗശിക്. എന്റെ പൊന്നെ. അതിനെ ഞാനിപ്പോ ഈ അടുത്ത് കണ്ട് റിമി എയർപോർട്ടിൽ കണ്ടു. ഇപ്പൊ ഞങ്ങൾ 2 ദിവസം കഴിഞ്ഞ സിംഗപ്പൂരിൽ റിമി ഉണ്ടെന്ന് പറഞ്ഞു. റിമി വിധു. അതെ അതെ അതെ. അങ്ങനെ ദിവസമായിച്ചെല്ലാം കുഴപ്പമില്ല, ഹാപ്പി ആയിട്ട് പോണു. ഏറ്റവും വലിയ സന്തോഷം 2020 നല്ല ഫ്ലവേഴ്സിൽ ടോപ്പ് സിംഗറിൽ വന്നില്ലേ? പല പ്രാവശ്യം വരാൻ വേണ്ടി ഇങ്ങനെ അത് മാത്രമല്ല, അത് സെമി ഫൈനൽസിലാണ്, ഫസ്റ്റ് എപ്പിസോഡാണെന്ന്. സ്പെഷ്യൽ എൻട്രിയാ ആണല്ലേ. പിന്നെ ഓർക്കസ്ട്ര ഒന്നും പറയാനില്ല. കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭരായ ആൾക്കാരെ സെലക്ട് ചെയ്ത് പിടിച്ചുകൊണ്ടിരിക്കുന്നു. അതിലാ നടുക്കിരിക്കുന്ന ആള് വേറൊരാളെ ഞാൻ ദത്തെടുത്തേക്കുന്ന. അല്ല, റിമി കാണുന്നവരൊക്കെ ദത്തെടുക്കും. എങ്കിൽ പിന്നെ എന്നെ കൂടെ എപ്പോഴേ എടുത്തിരിക്കുന്നു. അയ്യോ. പിന്നെ എന്റെ ടീച്ചറാണ്, ഗുരുവാണ് ബിന്നി ടീച്ചർ. ബിന്നി ടീച്ചറിന്റെ ഇരിക്കുന്ന ഒരു വേദിയാണ്. പിന്നെ പതുക്കെ പറയാം, ഇപ്പൊ എല്ലാം കൂടെ തീർത്തു കാണത്തില്ല. റിമി ഇവിടെ ആദ്യമായിട്ടല്ലേ വരുന്നേ? ഞാൻ ഇവിടെ ആദ്യമായിട്ട്. നമുക്ക് കണ്ടു തന്നെ മനസ്സിലാക്കുക. കാരണം ഇപ്പൊ നമ്മൾ പലരും ഒരു തെറ്റിദ്ധാരണയുണ്ട്. കാരണം ഇതെന്തായാലും റെക്കോർഡ് ചെയ്തിട്ട് പാടുന്നതാണോ അതോ അങ്ങനെയൊക്കെ കാണുമല്ലോ. വന്ന് ഇവിടെ ഇരുന്ന് മനസ്സിലാക്കും. വളരെ സന്തോഷം. താങ്ക് യു സോ മച്ച്. വെൽക്കം റിമി. നമ്മുടെ ടോപ്പ് സിംഗറിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് ഇവിടെ ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്. വേറെ ആരുമല്ല, നമ്മുടെ ടോപ്പ് സിംഗർ ഫാമിലിയിലെ തന്നെ ഒരു അംഗമായിട്ടുള്ള, നമുക്ക് എല്ലാവർക്കും ഒരുപാട് പ്രിയപ്പെട്ട വിദ്യാധരൻ മാസ്റ്റർ ആണ്. വിളിക്കാം. പിന്നെ തീർച്ചയായിട്ടും. വെൽക്കം വിദ്യാധരൻ മാസ്റ്റർ. വിദ്യാധരൻ മാഷേ,
ആദ്യം കൺഗ്രാറ്റ്സ് സ്റ്റേറ്റ് അവാർഡിന്. സന്തോഷം. കൺഗ്രാചുലേഷൻസ്. താങ്ക് യു. കൺഗ്രാചുലേഷൻ മാഷേ. സെമി ഫൈനലിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ അതിയായി സന്തോഷമുണ്ട്. അത് മാഷക്ക് സന്തോഷമല്ലേ, ഞങ്ങൾ ഞങ്ങൾക്കാണ് സന്തോഷം മാഷേ. മാഷിനെ കിട്ടിയതിൽ ഞങ്ങൾക്ക് കുറെ സന്തോഷം. എല്ലാവരും നന്നായിട്ട് പാടുക. എല്ലാ അനുഗ്രഹവും ഉണ്ടാവട്ടെ. എല്ലാവർക്കും ഓണത്തോടനുബന്ധിച്ചിട്ടുള്ള എല്ലാ ആശംസകളും നേരുന്നു. എന്തായാലും മാഷെക്കാട്ടി വലിയൊരു മാഷ് പുറമെ ഇപ്പുണ്ട്. മാഷിന് അവാർഡ് കിട്ടിയാൽ അദ്ദേഹത്തിന് സന്തോഷമുണ്ട്. സത്യം പറഞ്ഞാൽ ഞാനിത് അനൗൺസ് ചെയ്തപ്പോൾ ജെട്ടി. ആ. കാരണം സംഗീത സംവിധാനം തുടങ്ങിയിട്ട് കുറെ കൊല്ലായില്ലേ. അതിനൊന്നുമല്ല, പാട്ടുകാരനായിട്ട് കിട്ടിയെന്ന് പറയുമ്പോഴേ അത് ഏത് പാട്ടെന്ന് പോലും എനിക്കറിയില്ല. സത്യം പറഞ്ഞ അല്ല, ഇപ്പോഴെങ്കിലും മാഷിന് അറിയാതെ ഏത് പാട്ടാന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായി. അത് പത്രക്കാരൊക്കെ എനിക്ക് കൊണ്ടുവന്ന് തന്നു. ഇതാ പാട്ട് തോന്നുന്നു. ഓഹോ. അപ്പൊ അല്ല, മാഷയുടെ ആദ്യത്തെ ഇന്റർവ്യൂവിൽ പറയുന്ന കേട്ട് ഏത് പാട്ടാന്ന് മാഷ് പറഞ്ഞു എനിക്ക് പാട്ടതാന്ന് അറിഞ്ഞൂടാ, ഞാൻ ഒരുപാട് പാടിയിട്ടുണ്ട്. പിന്നെ കേട്ടപ്പോ കണ്ണെന്നിട്ട് കാത്തിരുന്നു. എന്താ പാട്ട് മാഷ്. എത്ര കാലമായിട്ട് പാടിയതാ. എവിടെ ചെന്നാലും ഇത് പാടാണ്ട് പറയാൻ പറ്റില്ല. കൽപ്പാത്തകാലം ഒന്നും വേണം. പിന്നെ മാഷേ പാടിക്കോ. മാഷ് പാട്. അത് കേൾക്കാതെ ഞങ്ങൾക്ക് വേണ്ടിയല്ല, നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി, ലോകമെമ്പാടുമുള്ള ടോപ്പ് സിംഗറിന്റെ പ്രേക്ഷകർക്ക് വേണ്ടി. കണ്ണു നട്ട് കാത്തിരുന്നിട്ടും കണ്ണ് നട്ട് കാത്തിരുന്നിട്ടും കണ്ണ് നട്ട് കാത്തിരുന്നിട്ടും എൻ്റെ കരളിൻ്റെ കരിമ്പ് തോട്ടം കട്ടെടുത്തതാരാണ്? ഓ, കട്ടെടുത്തതാരാണ്? പൊന്നു കൊണ്ടു വേലി കെട്ടിയിട്ടും എൻ്റെ കൽക്കണ്ട കിനാവ് പാടം കൊയ്തെടുത്തതാരാണ്? ഓ, കൊയ്തെടുത്തതാരാണ്? സുഖമില്ലാതെയായിട്ട് കുറച്ച് 2 ആഴ്ചയായി. ശബ്ദം ഒന്നും പാടാൻ പറ്റുന്നില്ല. ട്രീറ്റ്മെന്റ് നടക്കുക. രവീന്ദ്ര ഡോക്ടറെ ട്രീറ്റ്മെന്റ് നടക്കുക. ഒരു കുഴപ്പമില്ല. മാഷ് പാടുമ്പോ അതൊരു ഐശ്വര്യമാണ് മാഷെ, ദൈവാധീനമാണ്. മാഷിന്റെ ശബ്ദത്തിലേ എന്തോ ഒരു പാവമാണ്, ഒരു ഫീൽ, ഒരു വേദന, അതെല്ലാം വരുന്ന ഒരു ടോണാണ് മാഷിന്റെ. ആർക്കും ഇല്ലാത്തൊരു ഇതാണ്. ആർക്കും ഇമിറ്റേറ്റ് ചെയ്യാനും പറ്റത്തില്ല ആ ശബ്ദം, ആ ഒരു ഫീല്. മാത്രമല്ല മാഷയുടെ പാട്ട് മാഷ പറഞ്ഞു തരുന്നതിൽ ആർക്കും പാടാനും പറ്റും. മാഷിന്റെ റേഞ്ചും. ഞാനൊരു പാട്ട് പാടിയിട്ടുണ്ട്, അസാധ്യ പാട്ട്. താങ്ക് യു മാഷെ, അതിന് എല്ലാത്തിനും നന്ദി. എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് മാഷെ. മാഷെ പോലെ ഒരു ലെജൻഡ് സെമി ഫൈനൽസിൽ വന്നിട്ട് ഞങ്ങളോടൊപ്പം ഇരിക്കുക എന്ന് പറയുന്നത് മാത്രം മതി. ഞങ്ങൾക്കത് ദൈവതുല്യമായിട്ട് ഞങ്ങൾ കണക്കാക്കുന്നു. വെൽക്കം മാഷെ. വെൽക്കം മാഷെ. കിന്നാരം ചൊല്ലി കൂട്ടുകൂടിയ സംഗീതവേദിയിലേക്ക് നക്ഷത്ര എത്തുന്നു. വെൽക്കം നക്ഷത്രക്കുട്ടി ഓൺ സ്റ്റേജ്. നക്ഷത്രക്കുട്ടി, നമുക്ക് കുറെ പുതിയ ആൾക്കാരുണ്ട് ഇവിടെ, അറിയാവോ? അശ്വതി, ഇത് നമ്മുടെ കുടുംബത്തിലുള്ള വിദ്യാധരൻ മാസ്റ്റർ. ഇത് അതുപോലെ തന്നെ നമ്മുടെ കുടുംബത്തിലുള്ള ആണെങ്കിൽ നമ്മുടെ എല്ലാം കണ്ണിലുണ്ണിയായ, കേരളത്തിന്റെ മാത്രമല്ല ലോകമെമ്പാടുമുള്ള മലയാളികളുടെയും ഇവിടെയുള്ള ക്ഷേത്ര എന്ന് പറഞ്ഞ കുട്ടിയുടെ ചേച്ചിയാണ് നക്ഷത്ര. കേട്ടോ റിമി? ഇതുവരെ ചോദിക്കാത്ത ഒരു ചോദ്യം, ഇതിന്റെ ഡീറ്റെയിൽസ് പറയും. ടോപ്പ് സിംഗറിന്റെ ചരിത്രത്തിൽ ലിറിക്സ് ശ്രീകുമാരൻ തമ്പി സർ, പിന്നെ മ്യൂസിക് ദക്ഷിണമൂർത്തി സർ, പിന്നെ പാടിയത് ജാനകി അമ്മ, പിന്നെ സിനിമ മായ, വർഷം 1972. ഭംഗിയായിട്ട് പഠിക്കുന്നുണ്ട്. ഇപ്പം ഒന്ന് ചൂട് കയറിയെന്ന് തോന്നുന്നു പിള്ളേർക്കില്ല. കാരണം ഈ എന്താ സെമി ഫൈനൽ ആയപ്പോഴത്തേക്ക് ഇത് നിങ്ങൾ ആദ്യം അങ്ങ് ആയിരുന്നെങ്കിൽ എങ്ങനെ എത്ര നന്നായിരുന്നേനെ അല്ലേ? ശരി, ഏത് പാട്ടാണ്? അമ്മതൻ കണ്ണിൽ അമൃതം. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു സർ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. ഓൾ ദി ബെസ്റ്റ് മക്കളെ. താങ്ക് യു.
നക്ഷത്ര, എന്തോ എനിക്ക് കുറച്ച് ക്ലാരിഫിക്കേഷൻ ഉണ്ട്. ഈ അമ്മതൻ എങ്ങനെയാണ് തുടങ്ങുന്നത്? അമ്മതൻ കണ്ണിനമൃതം. അമൃതം ഉണ്ടോ? അമൃതം ആ, പിന്നെ പോയ ജന്മത്തു ചെയ്ത സുകൃതം. ഓക്കെ, അമ്പിളി പൊൻകുടം വന്നു വന്നു, അതാണോ? അതൊക്കെ വന്നു പക്ഷെ മോള് പാടിയപ്പോ ഒന്നും മനസ്സിലായില്ല കേട്ടോ. പിന്നെ താമരപ്പൂവിതൽ പോലെ, ആ പോലെയുടെ സംഗതി എങ്ങനെയാണ്? താമരപ്പൂവിതൾ പോലെ പോലെ കൃത്യമായിരിക്കണം. താമരപ്പൂവിതൾ പോലെ. ആ, അങ്ങനെ കൃത്യമായിട്ട് വരണം. അങ്ങനെ കുറെ സംഗതികൾ നമുക്ക് മനസ്സിലാകാത്ത രീതിയിൽ മോള് പാടിയിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ പാടിയപ്പോഴാണ് എനിക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയത്, ഓ ഇതാണല്ലേ അത് എന്ന്. അപ്പോൾ ഒന്നുകൂടെ ക്ലാരിറ്റി വേണം. നമ്മൾ സെമി ഫൈനൽസ് ആണ്, അപ്പോഴത്തേക്ക് നമ്മൾ മാക്സിമം ക്ലാരിറ്റി ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ മോക്ക് ഒരു മാർക്ക് പോലും വലുതാണ് എന്നുള്ളൊരു ബോധം മനസ്സിൽ വേണം. ഓക്കെ, എന്തായാലും പാടിയെങ്കിലും പെർഫെക്ഷൻ കുറച്ച് കുറവാണ്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. Thank you, sir. മോളെ എന്ത്? നല്ല സുഖമുള്ളൊരു പാട്ട്. മോളെ എനിക്ക് തോന്നി ഒരു ക്ലാരിറ്റി കുറവ്. ഇപ്പം ഈ പല്ലവിയിൽ തന്നെയുള്ള വന്നു പോയി പോയി അതങ്ങ് പോയി. ഒരു അമിതമായിട്ടുള്ള സ്പീഡ് കാരണം ഒരു കൃത്യത നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. എന്തോ ഒരു ഐറ്റം ഉണ്ടെന്നുള്ളതേ ഉള്ളൂ. അത് കുറച്ചും കൂടെ പെർഫെക്ഷൻ ആവാം. കേട്ടാ, ഓൾ ദി ബെസ്റ്റ്. Thank you, sir. എന്തായാലും ഈ പറഞ്ഞു തന്നതൊക്കെ മനസ്സിലാക്കി കൃത്യമായിട്ട് തെറ്റുകൂടാണ്ടൊക്കെ നന്നായിട്ട് പെർഫെക്റ്റായിട്ട് പാടാൻ ശ്രമിക്കുക. ഓരോരോ ഡീറ്റെയിൽസൊക്കെ നമുക്ക് കേൾക്കുമ്പോൾ മനസ്സിലാവണം. അവിടെ പതുങ്ങി നിന്ന് അങ്ങനെയാണെന്ന് അനുമാനിക്കാൻ പാടില്ല. കേൾക്കുന്നവർ അങ്ങനെ ആവുള്ളൂ എന്ന് അത് പാടില്ല, കേൾപ്പിക്കണം കേട്ടാ. അത് ശ്രദ്ധിക്കുക. ഓൾ ദി ബെസ്റ്റ്. Thank you. നക്ഷത്രക്കുട്ടി, എന്ത്? എന്തായാലും നമ്മൾ ഇതൊരു വലിയ ഭാഗ്യം തന്നെ. ഇത്രയും പേരെ കടത്തി വെട്ടി സെമി ഫൈനലിലെത്തി. ഇതാ ഇപ്പൊ ടോപ്പ് സിംഗറിന്റെ ഈ 4th സീസൺ അല്ലേ, 4ാമത്തെ സീസൺ അല്ലേ, കണ്ടിന്യൂസ് ആയിട്ട് ഒരു സ്റ്റോപ്പ് ഇല്ലാതെ. അത് ഭയങ്കര തന്നെ കേട്ടോ. അപ്പൊ എന്താ പറയാ, അതില് എല്ലാവർക്കും ഈ പരിപാടിയുടെ എല്ലാ കാര്യങ്ങളും, മ്യൂസിക്കിനെ പറ്റിയാണെങ്കിൽ പിന്നെ നമ്മളിത് പിള്ളേരോട് പറയുന്ന രീതിയും തമാശയിലൂടെ പറയുന്നതും പിന്നെ പിള്ളേരുടെ മറുപടിയും പിന്നെ പാട്ടിനെ പറ്റി വളരെ ആധികാരികമായിട്ട് അതിൻ്റെ റെക്കോർഡിങ് സമയത്തെ കാര്യങ്ങൾ, അതിൻ്റെ വിശേഷങ്ങൾ, പിന്നെ ഒന്നും അറിയത്തില്ലാത്തവർക്ക് പോലും ആ പാട്ടിൻ്റെ രാഗസംബന്ധമായ കാര്യങ്ങളും അത് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഒരു ഈ എപ്പിസോഡ് പല എപ്പിസോഡ് കണ്ടാൽ തന്നെ അവർക്ക് ഒരു ചെറിയ ക്ലാസ് ആയിട്ട് വരെ കിട്ടുക. നല്ല രസകരമായ നർമ്മത്തിലൂടെ അങ്ങനെയൊക്കെയാണ്. അതുകൊണ്ടാണ് ഈ പ്രോഗ്രാം ഇത്ര സക്സസ് ആയിട്ട് പോകുന്നത്. അപ്പോൾ അതിൻ്റെ സെമി ഫൈനലിസ്റ്റ് ആവുക എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമല്ല. അപ്പോൾ ഇനി എത്ര റൗണ്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നോ നമ്മളാൽ കഴിയും വിധം നമ്മുടെ ഏറ്റവും ബെസ്റ്റ് കൊടുത്തിട്ട് പോകാൻ നോക്കുക. അപ്പം അടുത്ത പാട്ട് ഇനി ബെറ്റർ ആക്കി വരിക. സോ ഓൾ ദി ബെസ്റ്റ്. Thank you, sir. ആടി ഒരു നക്ഷത്രപ്പൂക്കുറ്റി. Thank you. മധുര സ്മരണകൾ ഉണർത്തുന്ന പാട്ടിന്റെ പ്രിയ വിരുന്നിലേക്ക് ഖത്തറിൽ നിന്നും പറന്നു വന്ന നമ്മുടെ പ്രിയപ്പെട്ട പാട്ടുകാരി മെറിൽ കുട്ടി എത്തുന്നു. വെൽക്കം മെറിൽ ഓൺ സ്റ്റേജ്. മോളെ, യു ആർ ലുക്കിംഗ് സ്റ്റാനിങ്. Thank you. ഐ ആം സോ മച്ച് ഇംപ്രസ്ഡ്. ഓ, ഏതാ മോള് പാടുന്നത്? നന്ദസുധാവര. ആഹാ, Thank you. നല്ല പാട്ടാണ് മോളെ, നല്ല സെലക്ഷൻ ആണ് കേട്ടോ. Thank you. നന്നായിട്ട് പാടാൻ ശ്രമിക്കൂ. ഓൾ ദി ബെസ്റ്റ്. ഗോഡ് ബ്ലെസ് യു. Thank you. നന്നായിട്ട് പാടൂ. ഓൾ ദി ബെസ്റ്റ്. Thank you. Thank you. ചിന്തിരി കുട്ടിയായി. അറിയോ റിമിയ? നേരത്തെ അറിയോ? പിന്നെ ഓ, ഞാൻ മറ്റേ ഷാരൂഖ് ഖാൻ പൊക്കിയെടുക്കുന്ന സാധനില്ലേ? വീഡിയോ കാണാറുണ്ട്. ആ വീഡിയോ തന്നെ പിന്നെ കണ്ടോണ്ടിരിക്കുകയാണ്. പിന്നെ മറ്റേ മമ്മൂട്ടി സാറ് സ്റ്റേജ് വന്നപ്പോ മറ്റേ പാട്ടില്ലായിരുന്നു? അഴകയോ? ഈ 2 കാര്യമാണ് എന്നെ പറ്റി കണ്ടിരിക്കുന്നത്. വേറൊന്നും കണ്ടിട്ടില്ല അല്ലേ മക്കളെ? സോ മോളെ, എന്ത്? ഗോഡ് ബ്ലെസ് യു. Thank you. ഓൾ ദി ബെസ്റ്റ്. Thank you.
മെറിൽ എന്തോ നല്ല രസമായിട്ട് പാടി. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മോടെ വോയിസ് ആണ്. താങ്ക് യു സർ. നല്ല ക്ലീൻ വോയിസ് എന്ന് കേൾക്കാൻ നല്ല സുഖമുണ്ടായിരുന്നു. താങ്ക് യു സർ. എസ്പെഷ്യലി മുകളിലൊക്കെ പാടുമ്പോൾ ബ്യൂട്ടിഫുൾ ക്ലാരിറ്റി. താങ്ക് യു സർ. ദ പ്രോബ്ലം ഈസ് കാരണം പല്ലവിയിൽ ശ്രുതി കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം പിന്നെ ഈ ഗോപികമാർ എന്നുള്ള ഗാപികമാർ എന്നൊക്കെയാണ് പാടുന്നത്. ഗാപികമാർ എന്നൊക്കെ ഉള്ള രീതിയിലായി പോയി കേട്ടോ. അതുപോലെ തന്നെ ഈ സംഗതികളൊക്കെ പാടുമ്പോഴത്തേക്ക് അതിനകത്ത് ഒരു സ്റ്റിഫ്നെസ് വരരുത്. അതായത് എന്താ പറയുന്നത്, വൃന്ദാവന പരിതീരരാ. അത് ആ ഒരു ബ്യൂട്ടി വരണം. ആ ഒരു മെലഡി അതിനകത്ത് വന്നാലാണ് അതിന്റെ സുഖം. പിന്നെ ഈ ആദ്യത്തെ ആലാപനം നല്ല രസമായിരുന്നു. അതിന്റെ എൻഡിൽ വരുന്ന പോർഷൻ, ആ എൻഡിൽ വരുന്ന പോർഷന് നോട്ട്സ് കുറച്ച് മാറിപ്പോയി. അതൊന്ന്. അതുപോലെ തന്നെ സ്വരത്തിന്റെ എൻഡിൽ വരുന്ന സ്വരസ്ഥാനങ്ങൾ മാറി. പിന്നെ ഇത് ടോട്ടലി ഞാൻ നോക്കുമ്പോഴത്തേക്ക് വനമാലി നിന്നെ അവിടെ കുറെ പ്രശ്നങ്ങൾ അവിടെ ഇവിടെ ഒക്കെ ഉണ്ട്. പല സ്ഥലങ്ങളിലും ഉണ്ടാകുന്ന പാടുമ്പോൾ ഉണ്ടാകുന്ന ആ സുഖം അത് വരാനുണ്ട് ഇപ്പോൾ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. നല്ല പാട്ട് മോനെ. അത് കുറേ എന്താ പറയണ്ടത്, നമ്മൾ എൻ്റെ ചെറു പ്രായത്തിലേക്ക് പോയി. എനിക്ക് കൂടുതൽ തോന്നിയ മോൾ ഈ അക്ഷരങ്ങൾ പറയുന്നതിൻ്റെ ഇടയ്ക്കൊക്കെ ഒരു ഹകാരം, ആ ഒരു ഹ എന്നുള്ളത് കേട്ടോണ്ടിരിക്കുന്നു. അതൊരു ക്രെഡിറ്റ് അല്ല. ആ എന്നുള്ളത് അത് വന്നാലേ ഉള്ളൂ. അതിന് മോൾ എന്തോ പഠിച്ചതിൻ്റെ എന്തോ കുഴപ്പമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിന് വൃന്ദ ഈ ഒരു ഹകാരം അതിൻ്റെ ഇടയിൽ കിടന്ന് ഉരുളുന്നു. അത് ശരിയായിക്കണം. നല്ല പാട്ടുകാരിയാണ്, നല്ല ശബ്ദം കേട്ടോ. മാഷിനൊക്കെ വല്ലാണ്ട് ഇഷ്ടപ്പെട്ടു മോടെ ശബ്ദം. മാഷിന് ഇഷ്ടപ്പെട്ടാലുള്ള ഒരു ഗുണം എന്താണെന്നറിയാം, മാഷിന് പാഠം ചെയ്യുമ്പോൾ മോളെ വിളിച്ച് പാടിക്കും. അല്ലെങ്കിൽ എന്തെങ്കിലും വർക്ക് ചെയ്യുമ്പോൾ മാഷിൻ്റെ ഒരു പാട്ട് പാടിയാൽ നമുക്കൊരു ക്രെഡിറ്റാണ്. ഇച്ചിരി ബുദ്ധിമുട്ടാണ് കേട്ടോ പാടാൻ. അത് ആ ഒരു മാനസികാവസ്ഥയോടെ വന്നു പാടിക്കൊടുക്കണം മാഷിന് കേട്ടോ. ബട്ട് യു ആർ ലുക്കിംഗ് സ്റ്റണിങ്. താങ്ക് യു സർ. താങ്ക് യു മോളെ. താങ്ക് യു. മോളെ എന്തോ നല്ല ശബ്ദം, എന്ത് സുഖമുള്ള ശബ്ദം എന്ന് പറയാം. താങ്ക് യു സർ. അത് നീ വേണ്ട പോലെ ഉപയോഗിക്കുക. പാട്ടുകൾ വൃത്തിയായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. ഇപ്പൊ ഈ പാട്ടിന്റെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ വൃത്തിയായിട്ട് വന്നാൽ എന്ത് സുഖമായിരിക്കും കേൾക്കാൻ. നല്ലൊരു പാട്ട്. ആ ഇടങ്ങളൊക്കെ കൃത്യമായിട്ട് അതേപോലെ പാടാൻ ശ്രമിച്ചാൽ കേൾക്കുന്ന ആൾക്കാർക്ക് എന്തൊരു സുഖം. അത് പറയിപ്പിക്കാതെ ശബ്ദം മാത്രം നന്നായിട്ട് കാര്യമില്ലല്ലോ. ശബ്ദത്തിൽ വരേണ്ടുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് വരാൻ വേണ്ടി ശ്രമിക്കുക. ആ രാഗത്തിൻ്റെ സുഖമുള്ള ഭാഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ നമ്മൾ അനായാസമായിട്ട് പാടി കേൾപ്പിക്കണം. സെമി ഫൈനലായില്ലേ, നന്നായി പ്രാക്ടീസ് ചെയ്യുക. അടുത്ത പ്രാവശ്യമൊക്കെ ഇപ്പോൾ നന്നായിട്ട് പാടാൻ കഴിയട്ടെ. താങ്ക് യു സർ. നല്ല ശബ്ദമുള്ളതുകൊണ്ടാ അത്. ആ ശബ്ദം ഇങ്ങനെ വന്ന് ദൈവാധീനല്ലേ ശബ്ദം നന്നായി കിട്ടാന്നുള്ളത്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. മെറിൽ എന്തോ അടിപൊളിയായിട്ടാ, നന്നായിട്ട് പാടി. ശബ്ദം നല്ല ശബ്ദം കേട്ടോ, നല്ല രസം. പിന്നെ മോള് മാക്സിമം ശ്രമിച്ചിട്ടുണ്ട് അല്ലെ. മാക്സിമം സെമി ഫൈനലിൽ എനിക്ക് കിട്ടിയ ഈ ചാൻസ് മാക്സിമം ഞാൻ എൻ്റെ ബെസ്റ്റ് കൊടുക്കണം എന്ന് വിചാരിച്ച് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെന്ന് ആ പാടി കേട്ടപ്പോൾ മനസ്സിലായി. പിന്നെ എത്ര നമ്മൾ എന്ത് പാടിയാലും അല്ലെ, ആ ഒരു പാടി വെച്ചിരിക്കുന്ന ഒരു ഒറിജിനലിൻ്റെ അടുത്തെത്താൻ കുറച്ച് നമ്മൾ വളരെ കഷ്ടപ്പെടേണ്ടിയിരിക്കും. വളരെ ചുരുക്കം ചിലർക്ക് 99 അല്ലെങ്കിൽ 90% വരെ എത്താൻ പറ്റുകയും ചെയ്യും. പക്ഷെ 100% എത്തുക എന്നത് വളരെ ചുരുക്കം ചേർക്കേ പറ്റുള്ളൂ. പക്ഷെ ബാക്കിയുള്ള തെറ്റുകൾ പറഞ്ഞ് മനസ്സിലാക്കി നിങ്ങളെ ഇനിയും മുന്നോട്ട് കൊണ്ടുപോകാനല്ലേ 2 ജഗജില്ലികൾ, 3 പേര് ഇരിക്കുന്നു. അതിനപ്പുറം എന്താ വേണ്ടത്? വലിയ ഭാഗ്യമാണ്. ഒരുപക്ഷെ നിങ്ങളുടെ ഈ തലമുറയ്ക്ക് ചിലപ്പോൾ ഇപ്പോൾ ഈ പ്രായത്തിൽ മനസ്സിലാവുന്നുണ്ടോ എന്ന് അറിയത്തില്ല. ഒരു 65 വയസ്സാകുമ്പോൾ ഞാൻ പറയണ മനസ്സിലാവും. ഓക്കെ മോളെ, ഓൾ ദി ബെസ്റ്റ് കേട്ടാ. നമുക്ക് ഫൈനലിൽ എത്തണം. എന്താ പറയാ, ഇനിയിപ്പോ അടുത്ത പാട്ട് നന്നായിട്ട് പഠിച്ചു വരിക. പഠിക്കുന്നതിന് മുമ്പ് ആ പാട്ട് എന്താണ്, എവിടൊക്കെയാണ് അതിന്റെ ആത്മാവ് എന്ന് ഫസ്റ്റിൽ അത് മാത്രം നോക്കുക. അത് നോക്കിയിട്ട് പിന്നെ പതുക്കെ 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 പഠിക്കുക. സോ നെക്സ്റ്റ് ടൈം ആടി ഒരു മെറിൽ പുക്കുറ്റി. താങ്ക് യു സർ. ഫൈനൽ മത്സരങ്ങളുടെ പൊടി പൊടിക്കുകയാണ്. ഇനി പ്രേക്ഷകർ ആകാംക്ഷയായി കാത്തിരിക്കുന്നത് ഗ്രാൻഡ് ഫിനാലെയാണ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. ഇനി നമുക്ക് അടുത്ത എപ്പിസോഡ് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റ, ബൈ ബൈ.